അതിസംഘർഷപ്രദമായ മുഹൂർത്തങ്ങളാട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നും അറിയാതെ നമ്മുടെ ഇഷിത ഫ്ലാറ്റിലേക്ക് വന്നിറങ്ങുമ്പോൾ അവിടെ തന്നെയും കാത്ത് കുറേ പേരിങ്ങനെ നമ്മുടെ മഹേഷിൻ്റെ അമ്മയൊക്കെ നമ്മുടെ പ്രതിയാക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ തിരികെ നമ്മുടെ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മുടെ ഇഷിത ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയുകയും തൻ്റെ അച്ഛനെ പോലീസ് കൊണ്ടുപോയെന്നുള്ളൊരു കാര്യമൊക്കെ അറിഞ്ഞ ശേഷം നമ്മുടെ ഇഷിത പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പോലീസും ഇഷിതയും ആ ഒരു അച്ഛന് വേണ്ടി കൂടി യുദ്ധം തന്നെ നടത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമ്മുടെ മഹേഷിനോടും ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഞാൻ ചെയ്ത തെറ്റിന് അച്ഛനെയാണോ പിടിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഞാൻ കിഡ്നാപ്പ് ചെയ്തു എന്നല്ലേ പറയുന്നത്, നിങ്ങൾക്കതിൽ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഇഷിത കത്തിക്കയറുന്നുണ്ട്. അവസാനം ഇത് പറ്റുമെങ്കിൽ തെളിയിക്ക്, ഞാൻ പ്രതിയാണെന്നറിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷിത നമ്മുടെ മഹേഷിനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. ഒടുവിൽ നമ്മുടെ ഇഷിത സ്വന്തം അച്ഛന് വേണ്ടി ആ ഒരു തീരുമാനം എടുക്കുകയാണ്. അച്ഛന് പകരം താൻ ജയിലിൽ കിടന്നോളാം എന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛനെ മാറ്റി നമ്മുടെ ഇഷിത ജയിലിൽ കിടക്കുന്ന ഒരു മുഹൂർത്തങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ജയിലിൽ വെച്ച് നമ്മുടെ മഹേഷും നമ്മുടെ ഇഷിതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഒരിക്കലും പുറത്തിറങ്ങത്തില്ല, നിന്നെ കുറേ വകുപ്പുകൾ ചേർത്ത് നിന്നെ പൂട്ടിയിടോടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേഷും നമ്മുടെ ഇഷിതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഇഷിതയുടെ ആ ഒരു സത്യാവസ്ഥ ആരായിരിക്കും മനസ്സിലാക്കിക്കാൻ പോകുന്നത്? നമ്മുടെ ഇഷിത നിരപരാധിയാണെന്നുള്ളത് നമ്മുടെ ചിപ്പിമോള് വഴിയായിരിക്കുമോ നമ്മുടെ മഹേഷ് അറിയാൻ പോകുന്നത്? അപ്പോൾ നമ്മുടെ മഹേഷിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ ആയിരിക്കട്ടെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും മറക്കാതെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.